ബൗണ്ടറിക്ക് തൊട്ടടുത്ത് വെച്ച് ഒരു ക്യാച്ച് ഒരു ഫീൽഡർ എടുക്കുകയാണ്. ഫീൽഡ് അമ്പയർ ആ ക്യാച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ തേർഡ് അമ്പയറുടെ അടുത്തേക്ക് വിടുന്നു. തേർഡ് അമ്പയർ പലതവണ പല ആംഗിളുകൾ പരിശോധിച്ചിട്ടും അത് ക്യാച്ച് ആണോ സിക്സ് ആണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പിക്കാനാവുന്നില്ല. ഫീൽഡറുടെ കാൽ ബൗണ്ടറിയിൽ തട്ടിയോ എന്നും അദ്ദേഹത്തിന് ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നുമില്ല. ഒടുവിൽ അദ്ദേഹം അത് ഔട്ട് കൊടുക്കുകയാണ്. അതോടെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉയരുകയാണ്. സംശയമുള്ള സാഹചര്യമായിട്ടും എന്തുകൊണ്ടാണ് അവിടെ ബാറ്ററെ ഔട്ട് വിധിച്ചത്? സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റർക്ക് കിട്ടേണ്ടതായിരുന്നില്ലേ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. ബൗണ്ടറി ക്യാച്ചുകളിൽ സംശയത്തിന്റെ ആനുകൂല്യം ഫീൽഡർക്ക് അനുകൂലമായാണ് വിധിക്കപ്പെടുക. ഒരു ക്യാച്ച് ഫീൽഡർ ബൗണ്ടറിയിൽ തട്ടിയാണ് പൂർത്തിയാക്കിയതെന്ന് തേർഡ് അമ്പയർക്ക് സംശയലേശമന്യേ വിധിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ ബാറ്റർക്ക് അനുകൂലമായല്ല, മറിച്ച് ഫീൽഡർക്ക് അനുകൂലമായാണ് തേർഡ് അമ്പയർ നിൽക്കേണ്ടത് എന്നാണ് നിലവിലെ നിർദ്ദേശം. മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. അന്ന് ഫീൽഡ് അമ്പയർ സോഫ്റ്റ് സിഗ്നൽ നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു. ഒരു സംശയമുള്ള ക്യാച്ച് ആണെങ്കിൽ ഫീൽഡ് അമ്പയർ തേർഡ് അമ്പയർക്ക് കൈമാറിയതിന് പിന്നാലെ തന്റെ അഭിപ്രായത്തിൽ അത് ഔട്ടാണോ അല്ലേ എന്ന് സിഗ്നൽ ചെയ്യും. തേർഡ് അമ്പയർക്ക് തൻ്റെ പരിശോധനയിലും ആ ക്യാച്ച് സംശയം തോന്നുകയാണെങ്കിൽ ഫീൽഡ് അമ്പയർ ഏത് തീരുമാനമാണോ എടുത്തത് ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതായിരുന്നു മുൻപത്തെ രീതി. എന്നാൽ സോഫ്റ്റ് സിഗ്നൽ പൂർണ്ണമായും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ബൗണ്ടറി ക്യാച്ചുകളുടെ കാര്യത്തിൽ മാത്രം സംശയം ബാക്കിയാണെങ്കിൽ ഇപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ആ ക്യാച്ച് പൂർത്തിയാക്കാൻ ശ്രമിച്ച ഫീൽഡറുടെ ഭാഗത്ത് നിൽക്കാനാണ് അമ്പയർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ പ്ലേയിങ് കണ്ടീഷൻസിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്, ഒരു ബൗണ്ടറി സേവ് ചെയ്യുമ്പോൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന പക്ഷം ബൗണ്ടറി സ്കോർ ചെയ്തില്ല എന്ന തീരുമാനത്തിലാണ് തേർഡ് അമ്പയർ എത്തേണ്ടത്. ഇത് തന്നെയാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം. ഒരു ബൗണ്ടറി ക്യാച്ച് ഔട്ട് അല്ലെങ്കിൽ അത് ബൗണ്ടറിയാണ്. ബൗണ്ടറി ആണോ അല്ലേ എന്ന സംശയം നിലവിലുണ്ടെങ്കിൽ ബൗണ്ടറി സ്കോർ ചെയ്തില്ല അഥവാ ഔട്ടാണ് എന്നാണ് അതിനർത്ഥം. നമ്മളിനി കാണാൻ പോകുന്ന മത്സരങ്ങളിലും ഇനിയും ഇത്തരം ബൗണ്ടറി ക്യാച്ചുകൾ വരും. അപ്പോൾ ബാറ്റർക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചില്ല, തേർഡ് അമ്പയർ പെട്ടെന്ന് തീരുമാനമെടുത്തു എന്നൊക്കെ ആകുലപ്പെടേണ്ടതില്ല. ഇതിപ്പോൾ അവസാനം വന്നിരിക്കുന്നത് LSG KKR മാച്ചിൽ സംഭവിച്ച ക്യാച്ചിലാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ ചില ആളുകൾ കാണുമ്പോൾ മറ്റൊരു മാച്ചിലെ തീരുമാനമായിരിക്കും വിവാദമായി നിൽക്കുന്നത്. അമ്പയർ പരിശോധിച്ചില്ല, സമയമെടുത്തില്ല എന്നൊക്കെ പറയുന്നവരോട് അമ്പയർ അവിടെ പരിശോധിക്കുന്നത് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഉൾപ്പെടെ 4 4K സ്ക്രീനുകളിലാണ്. നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ കാണുന്നത് മാത്രമല്ല അമ്പയർ കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇനി മുതൽ കുറ്റവിചാരണ ചെയ്യേണ്ടത്.